ഹലോ ഗെയ്സ്, എല്ലാവർക്കും ചാവക്കാടൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിൽ എത്തി നിൽക്കുകയാണ്. അതിരാവിലെ തന്നെ ഞങ്ങൾ റൂമിൽ നിന്നും പുറപ്പെട്ടു. ഇവിടെ എത്തി. ഈ സ്പോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആരും കാണാത്തൊരു സ്പോട്ട്. ഇച്ചുവും പൊന്നും അമ്മവും കൂടെ തപ്പിപ്പിടിച്ചെടുത്ത സ്പോട്ടാണ്. ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അരുവിയാണ്. ഈ അരുവികളുടെ കളകളാരവമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെക്കിൻ്റെ എവറസ്റ്റിനെ വളരെ മനോഹരമാക്കുന്നത്. ഇത് നമുക്ക് പോകാനുള്ള വണ്ടിയാണോ ഇല്ലെന്ന് അറിയത്തില്ല. ഞങ്ങൾ വന്നപ്പോഴത്തേനും കാലിയായിട്ടൊരു വണ്ടി ഇവിടെ കിടക്കുന്നു. ഞങ്ങൾ നടന്ന് നേരെ ഓൺലൈൻ ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടറിൻ്റെ മുന്നിലേക്ക് എത്തുകയാണ്. അത് കണ്ടോ, ഒരു വള്ളം പോലത്തുള്ളൊരു റെസ്റ്റോറൻറ്റ്, അടിപൊളിയല്ലേ? അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോഴത്തേനും രാവിലെ ഇവിടെ എന്തോ പരിപാടിയുണ്ട്. അത് കാരണം ഓൺലൈൻ ടിക്കറ്റ് 8:30 ശേഷമേ കൊടുക്കൂ എന്നറിഞ്ഞു. അന്വേഷിച്ച് വന്നപ്പോഴത്തേനും ഇവിടെ ഈ നാഷണൽ പാർക്ക്, ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 നാഷണൽ പാർക്കിൻ്റെ ഒരു അവാർഡ് ഇരവികുളം നാഷണൽ പാർക്കിന് കിട്ടി. അതിൻ്റെ ഒരു കേക്ക് മുറിയും മറ്റ് ചടങ്ങുകളും ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. ഇവിടുത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് സാർ ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റുകളെ മുഴുവനും ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട് കേക്ക് മുറി ഫംഗ്ഷന്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വണ്ടി ഇവിടുന്ന് പുറപ്പെടുത്തുള്ളൂ. വണ്ടി ഒരു 2 കിലോമീറ്റർ മാത്രം പോവും. അത് കഴിഞ്ഞിട്ട് 1 കിലോമീറ്റർ നടന്നു പോകണം വരയാടിനെ കാണാനായിട്ട്. ഇതൊരു VR എക്സ്പീരിയൻസ് ആണ്. ഇത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും കാണാത്ത കുറച്ച് വ്യൂസ്, എങ്ങും ഇല്ലാത്ത, യൂട്യൂബിലോ അല്ലെന്നുണ്ടെങ്കിൽ OTTയിലോ ഒന്നും ഇല്ലാത്ത നല്ലൊരു വ്യൂസ് നമുക്ക് 3D എഫക്റ്റ് അല്ലാത്ത രീതിയിൽ കാണാൻ പറ്റും. അതിൻ്റെ വിശദീകരണമാണ് അദ്ദേഹം ഈ സാറ് നൽകുന്നത്. നമുക്ക് 96 എക്സ്പെരിമെന്റ് കാണാൻ പറ്റില്ല സാറല്ലേ. നമുക്ക് VR-ല് നമുക്ക് വെർച്വലായിട്ട് കാണാൻ പറ്റും. നമുക്ക് അവിടുത്തെ ആന, കടുവ, സൗത്ത് ഇന്ത്യൻ ISP കാണാൻ മുടി, വെസ്റ്റേൺ കാർട്സോളോ പക്ഷേ അത് കാണാൻ പറ്റില്ല സാറല്ലേ. നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ലൈവായിട്ട് തൊട്ടടുത്ത് കാണാൻ പോകുന്ന എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇത് കേരളത്തോട് ആദ്യത്തെ വെർച്വൽ റിയാലിറ്റി ഈ 3D ഇല്ലാട്ടാണ് നമുക്ക് വേൾഡ് ഡയറക്റ്റ് ഇന്ത്യ അവിടെ സെക്കൻഡ് വെർച്വൽ 10 രൂപ. ആ സെപ്പറേറ്റ് ടിക്കറ്റ് 100 രൂപ. അതിൻ്റെ വിശദീകരണം സാറ് തന്നു. അതിൻ്റെ വോയിസ് നമ്മൾ കട്ട് ചെയ്യുന്നില്ല. 400 രൂപ കണ്ടാണ് ചാർജസ്. ടിക്കറ്റിന് 200, 400, 150, 150, 300, 700, 350 രൂപ വീഡിയോ ക്യാമറ. അങ്ങനെ 1050 രൂപ കൊടുത്ത് ഞങ്ങൾ വേണ്ട ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ഒരുപോലെ തന്നെ 50ാം വാർഷികവും അതുപോലെ തന്നെ നാഷണൽ പാർക്ക്, ഇന്ത്യയിലെ നമ്പർ 1 നാഷണൽ പാർക്കിൻ്റെ ഉദ്ഘാടനവും നമ്മുടെ തിരുവല്ലക്കാരൻ പായിപ്പാട് സ്വദേശി ജയകൃഷ്ണൻ സാറാണ് കേക്ക് മുറിക്കുന്നത്. സാറാണ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. മറ്റുള്ളവരുടെ പേര് അറിയത്തില്ല. സാറിനെ പേഴ്സണലായിട്ട് പരിചയപ്പെട്ടു. സാർ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. സാറിൻ്റെ വാക്കുകളിലേക്ക്. നമ്മളെ എന്നും ആഘോഷമാണ്, എന്നും നേട്ടങ്ങളാണ്. എനിക്കറിഞ്ഞാണ് നമ്മുടെ 50ാം വർഷത്തിൻ്റെ ആഘോഷങ്ങൾ, 1ാം നമ്പറിൻ്റെ ആഘോഷങ്ങൾ. കേരളത്തിലെ ഇത്രയും സാഞ്ചുറി നാഷണൽ പാർക്കും 400ഓളം സാഞ്ചുറി നാഷണൽ പാർക്കിന് ഇടയ്ക്കുന്ന 1ാം സ്ഥാനം ഒട്ടും നിസ്സാരമല്ല. ഇന്ത്യയിൽ ഇത്രയും സംസ്ഥാനങ്ങളിലെ ഇത്രയും ഏറ്റവും അടിപൊളിയായിട്ട് മാനേജ് ചെയ്തിരിക്കുന്ന എക്കോ ടൂറിസം സെന്ററുകളും നാഷണൽ പാർക്കുകളും സാഞ്ചുറികളും ഇന്ത്യയിലുണ്ട്. ഇനി സംസാരിക്കുന്നത് സെക്കൻഡ് കപ്പിത്താനാണ്. സാർ തന്നെ അഭിസംബോധന ചെയ്തത് സെക്കൻഡ് കപ്പിത്താൻ എന്നാണ്. അദ്ദേഹത്തിന്റെ പേര് എനിക്ക് അറിയത്തില്ല. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ അതിന്റെ ആ ദുഃഖത്തിൽ നിന്നും നിൽക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷിക്കാനുള്ള വകയും നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും സാർ കേക്ക് മുറിക്കുമ്പോൾ ഒരാളെ ദൂരെ നിന്ന് വിളിക്കുന്നുണ്ട്. ആളുടെ പേര് എനിക്കറിയത്തില്ല, രാമു എന്നെങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഇവിടുന്ന് റിട്ടയർഡായി പോവുകയാണ്. അദ്ദേഹത്തിന് ആദ്യമായിട്ട് കേക്ക് വായിൽ വെച്ച് കൊടുത്തിട്ടാണ് ഈ ആഘോഷം തന്നെ ഉദ്ഘാടനം ചെയ്യുന്നത് സാറ്. അതെനിക്ക് ഭയങ്കരമായിട്ടൊരു ഫീൽ ചെയ്തു കേട്ടോ. രാമുചേട്ടനെ വിളിക്കുന്നുണ്ടോ. ഞങ്ങളെല്ലാവരും കേക്ക് കഴിച്ചു, മനോഹരമായ കേക്ക്. പിന്നെ അതിനുശേഷം പായസം ഉണ്ടായിരുന്നു, പായസവും കഴിച്ചു. സാറ് പറഞ്ഞു ഇതൊരു കൂട്ടായ്മയുടെ എഫേർട്ടാണ്, ഒരുപാട് പേര് കഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ്. അതായത് അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് മുതൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ വരെ എല്ലാവർക്കും സാറ് ആശംസകൾ അർപ്പിച്ചു. ഇതാണ് VR എക്സ്പീരിയൻസ്. ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു തന്ന ആ ഒരു സാറ് വളരെ അതിവിദഗ്ധമായിട്ടാണ് ഞങ്ങളിതിനെ പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ആ ഹെഡ്ഫോണും വെച്ച് കണ്ണാടിയും വെച്ച് ഞങ്ങളത് കാണാൻ തീരുമാനിച്ചു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആരും കാണാത്ത മൂന്നാറിൻ്റെ പ്രദേശം, അത് 360 ഡിഗ്രിയിലും അതുപോലെ തന്നെ മറ്റു പല ആംഗിളിലും. ഒരു ഫ്ലൈറ്റ് എങ്ങനെ ടേക്ക് ഓഫ് ചെയ്ത് ലാൻഡ് ചെയ്യുന്നു, അതിനിടയ്ക്ക് എന്തൊക്കെ നമുക്ക് കാണാം, അത് ഞങ്ങൾ അടിപൊളിയായിട്ട് ഞങ്ങളിവിടെ കണ്ടു. വന്യമൃഗങ്ങളായ ആനയും അതുപോലെ തന്നെ കടുവയും അതുപോലെ തന്നെ മാൻ, കേഴ, അങ്ങനെ ഒരുപാട് മൃഗങ്ങളെ നമുക്ക് ഈ ഒരു ഇതിൽ കാണാൻ പറ്റി. ഞാനിപ്പോൾ ഈ കറങ്ങുന്നത് 360 ഡിഗ്രി അതിൻ്റെ ആംഗിൾ കാണാൻ വേണ്ടിയുള്ള കറക്കമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഇത് എത്രത്തോളം കോമഡിയാണെന്നുള്ള കാര്യം മനസ്സിലായത്. പൊന്നുമൊക്കെ കണ്ടതിന് ശേഷം പൊന്നുമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങളെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്, ഞങ്ങൾ വീഴുന്നതും നോക്കിക്കൊണ്ട്.
ഇനി ഞങ്ങൾ വരയാടിനെ കാണാൻ വേണ്ടി ഞങ്ങൾ വണ്ടിയിലേക്ക് കയറുകയാണ്. ഞങ്ങളാണ് ആദ്യം ടിക്കറ്റ് എടുത്ത് ആദ്യം ഇതിനകത്തേക്ക് കയറുന്നത്. ഒരുപാട് പേര് ഞങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങളുടെ പിന്നിൽ വരാനുണ്ട്. ഇച്ചു അറമാദിച്ച് അങ്ങോട്ട് കയറി നടന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും വന്ന് വണ്ടിയിൽ കയറി. ഫസ്റ്റ് ട്രിപ്പ് ഞങ്ങൾ പോവാണ്. സത്യത്തിൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കാണാനുള്ളത് മൊത്തം തേയിലത്തോട്ടമാണ്. ആ തേയിലത്തോട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് കുളിർമ നൽകുന്ന ഒരു തേയിലത്തോട്ടം. അത് നമുക്ക് മൂന്നാറിൽ നിന്ന് ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുമ്പോഴത്തേനും നമുക്ക് ഈ തേയിലത്തോട്ടം കാണാം. പലതും പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും. ഇതും പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് തന്നെയാണ് കരുതുന്നത്. ദുർഘടമായ ഒരു പാത. ആ പാതയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ വളയ്ക്കാനോ തിരിക്കാനോ ഒക്കെ ഭയങ്കര പ്രയാസപ്പെടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. ഇടത്തോട്ട് നോക്കിയാലും വലത്തോട്ട് നോക്കിയാലും തേയിലത്തോട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ചെറിയ മരങ്ങൾ. ഇങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. തേയിലയുടെ ഭംഗി വർണ്ണിക്കാൻ വാക്കുകളില്ല. അതുകൊണ്ടാണ് അരോചകമാണെന്നുണ്ടെങ്കിലും പിന്നെയും തേയിലത്തോട്ടം നിങ്ങളെ കാണിക്കുന്നത്. ഞങ്ങൾ പുലർച്ചെ ഒരു 5:30 ആയപ്പോഴത്തേനും 6 മണി ആയപ്പോഴത്തേനും ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. തങ്കം ഇൻ എന്ന ലോഡ്ജാണ്. 1500 രൂപയ്ക്ക് ഞാൻ റൂം എടുത്ത കാര്യവും അതുപോലെ തന്നെ ഞങ്ങൾക്ക് 5 പേർക്ക് അടിപൊളിയായിട്ട് താമസിച്ചതും നല്ല തണുപ്പുകൊണ്ട് താമസിച്ചതും ഒക്കെ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു. ഞങ്ങൾക്ക് എക്സ്ട്രാ ഒരു ബെഡ് കിട്ടി. ഞാൻ മൂന്നാർ പലതവണ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരു 3 പേര് കൂടുതൽ ഒരു റൂമിൽ അക്കോമഡേറ്റ് ചെയ്യാത്ത കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ അവർ നമ്മളോട് സഹകരിച്ചു. കാര്യം കുട്ടികളെ ഒറ്റയ്ക്ക് നമുക്ക് കിടത്താൻ പറ്റത്തില്ലല്ലോ. ഞാനപ്പോൾ അത് അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും സാറ്, ഒരു എക്സ്ട്രാ ബെഡ് കൂടെ ബുക്ക് ചെയ്താൽ മതി, നമുക്ക് ഒരു 1500 രൂപയ്ക്ക് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓഫ് സീസണായിട്ട് പോലും നമുക്ക് ആ ഒരു എമൗണ്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ മൂന്നാറിലേക്ക് വരുന്നവർ, പ്രത്യേകിച്ച് ഇരവികുളം നാഷണൽ പാർക്കിൽ വരാൻ ഉദ്ദേശിക്കുന്നവർ അതിരാവിലെ പുറപ്പെടുക. ഇതിപ്പോൾ ശനി ഞായറുമാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വഴിക്ക് ഒത്തിരി വണ്ടികൾ ഞങ്ങൾക്ക് പുറകിനും അതായത് ഞങ്ങൾക്ക് മുന്നിലും ഒക്കെ ഞങ്ങൾ ഓവർടേക്ക് ചെയ്തൊക്കെ പോയൊരു കാഴ്ച ഞങ്ങൾ കണ്ടു. അതുപോലെ ആളായിരുന്നു ശനിയാഴ്ച ആയിട്ട്, ഓഫ് സീസൺ ആയിട്ട് പോലും. അപ്പം ഞങ്ങൾ തിരിച്ചിറങ്ങുന്നതിനിടയ്ക്ക് ഒത്തിരി വണ്ടികൾ അവിടെ കയറിയിട്ടുണ്ട് ഈ സ്പോട്ട് കാണാൻ വേണ്ടി. എല്ലാവർക്കും ആ വരയാടിനെ കാണാനുള്ള ഒരു ആഗ്രഹമാണ്. വരയാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറിൽ ഈ ഒരു ഇരവികുളത്ത് മാത്രമേ ഉള്ളൂ ഈ വരയാടിനെ കാണാൻ സാധിക്കുന്നത്. പിന്നെ തേനി ഭാഗത്തെങ്ങാണ്ട് വരയാടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതിൻ്റെ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. തൊടാനോ പിടിക്കാനോ ഒന്നും പാടില്ല. തൊട്ട് കഴിഞ്ഞാലും പിടിച്ചു കഴിഞ്ഞാലും ഒരു 1500 മുതൽ 5000 രൂപ വരെ നമുക്ക് പെറ്റി കിട്ടും. അപ്പോൾ അത് പ്രത്യേകം. ഇതിനു മുമ്പ് നമ്മുടെ അജയേടൻ ഇവിടെ മൂന്നാർ റേഞ്ചിൽ ഓഫീസറായിട്ട് ഇരുന്നപ്പോഴത്തേനും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അന്നേരം സാറ് പറഞ്ഞായിരുന്നു അതിനെ തൊടുകയും പിടിക്കുകയൊന്നും ചെയ്യരുതെന്ന്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും വരയാടിനെ കണ്ടു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാം, പക്ഷെ തൊടുകയോ പിടിക്കുകയൊന്നും ചെയ്യരുത്. ഞങ്ങളെ കാത്തിരുന്നത് മനോഹരമായ കോടയാണ്. ഈ കോട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചിലർ പറയും ഞങ്ങൾ വരയാടിനെ കണ്ടു കോടയെ കണ്ടില്ല. ഞങ്ങൾ വരയാടിനെയും കണ്ടു കോടയും കണ്ടു, ഞങ്ങൾക്ക് നൂൽമഴ കിട്ടിയില്ല. ഇതൊരു അടിപൊളി സ്പോട്ടാണ്. ആ താഴെ നിന്ന് മേളിലേക്ക് ആ ക്യാമറ അങ്ങോട്ട് ഫോക്കസ് ചെയ്തപ്പോഴത്തേനും കിട്ടിയ മഴയായിരുന്നു. നല്ല മഴയായിരുന്നു കുറച്ച് ദിവസം. അതുകൊണ്ടാണ് ഇത്രയും വെള്ളം കിട്ടിയത് നമുക്ക്. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നല്ല വെള്ളം വന്നിട്ട് ചിലപ്പം ഇതൊക്കെ അടച്ചു പോകാവുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് ആ സ്പോട്ട് കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ചിലർക്ക് ചിലത് കിട്ടും, ചിലർക്ക് ചിലത് കിട്ടത്തില്ല. അതാണ് ഈ ഒരു യാത്രയിലുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നമ്മൾ മൊത്തം 3 കിലോമീറ്റർ സഞ്ചരിക്കാനുള്ളതിൽ 2 കിലോമീറ്റർ താണ്ടി നമ്മൾ ആ സ്പോട്ടിൽ വന്നു. ഇനി നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങണം ഗെയ്സ്. ഇവിടുന്ന് നമുക്ക് നടന്നാണ് 1 കിലോമീറ്റർ ചുറ്റി കാണേണ്ടത്. അത് ഓൾറെഡി നമുക്ക് ടിക്കറ്റ് തന്നപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു. പക്ഷേ ഈ നൂൽമഴ ആയത് കാരണം ഉണ്ടല്ലോ ഇറങ്ങി നടക്കാനൊരു ബുദ്ധിമുട്ട്. ഇത് ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ഒരു മാപ്പാണ്. ഞങ്ങൾ ചിന്തിച്ച് നിൽക്കുന്നത് വേറൊന്നുമല്ല, അവിടെ റെയിൻകോട്ട് കണ്ടു. ആ റെയിൻകോട്ട് മേടിക്കണോ വേണ്ടോ എന്നുള്ളതാണ്. 5 പേർക്ക് റെയിൻകോട്ട് മേടിച്ച് കഴിഞ്ഞാൽ 120 വെച്ചിട്ട് 120 × 5. അതുകൊണ്ട് ആ കാണുന്ന ആളെയും കൊണ്ട് പോകുന്ന ഒരു വണ്ടിയുണ്ട്. ആ വണ്ടിക്ക് ചാർജ് 800 രൂപ. അപ്പോൾ 5 പേർക്ക് 120 രൂപ എന്ന് പറയുമ്പോഴത്തേന് ഏകദേശം ഒരു 600 രൂപ മേളിലാവും. അപ്പോൾ ഞങ്ങളെന്നാൽ ആ വണ്ടിയിൽ പോകാമെന്ന് തീരുമാനിച്ചപ്പോഴത്തേനും വേണ്ട, നൂൽമഴ മാറി നടക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ കുളിരും തണുപ്പൊക്കെ കൊണ്ട് ഞങ്ങൾ നടക്കുകയാണ്. ഇത് ചെറിയൊരു ഹട്ടാണ്. പുറത്ത് നിന്നതിനേക്കാളും വലിയ തണുപ്പ് ഇതിനകത്തേക്ക് കയറിയപ്പോൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അത് എച്ച് പറയുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയതാണ്. ഈ 1 കിലോമീറ്റർ നടത്തം ഞങ്ങൾ കട്ട് ചെയ്യുന്നില്ല, മാക്സിമം. കാര്യം വെച്ചാൽ നമുക്ക് ഇന്ന് കവർ ചെയ്യാൻ വേറൊന്നുമില്ല.
പിന്നെ ചിന്നാറും അങ്ങനെയുള്ള കുറച്ച് പ്രദേശങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടടിച്ച് നടക്കുകയാണ് കേട്ടോ. കാര്യം അമ്മുവിൻ്റെ ഓട്ടവും അനീഷയുടെ നടപ്പും ഇച്ചുവിൻ്റെ പൊന്നുവിൻ്റെ ഒക്കെ ആ ഒരു കളിയൊക്കെ കണ്ടപ്പോഴത്തേനും ഈ നൂൽമഴയൊന്നും ഒരു വിഷയമല്ല എന്ന് ഞാനങ്ങ് കരുതി. നൂൽമഴ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയ്ക്ക് മാത്രം ദൈവം തമ്പുരാൻ കനിഞ്ഞ് ഏകിയ ഒരു മഴയാണ് നൂൽമഴ. സത്യം ഞാൻ എൻ്റെ നാട്ടിൽ ഇപ്പം കുട്ടനാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പർ കുട്ടനാടിലും അതുപോലെ തന്നെ കുട്ടനാടും ബേസ് ചെയ്ത് താമസിക്കുന്ന ആലപ്പുഴ ജില്ലയിലെ ഒരു സ്വദേശിയാണ്. പക്ഷെ നമുക്ക് ഇന്നേ വരെ ഒരു നൂൽമഴ ആസ്വദിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ പലരുടെയും വാചകങ്ങളിലൂടെ എനിക്ക് മനസ്സിലായത് നൂൽമഴ ഇടുക്കി ജില്ലയ്ക്ക് മാത്രം സ്വന്തമായിട്ടുള്ളതാണ്. പിന്നെ സ്വിറ്റ്സർലൻഡിലോ അതുപോലെ തന്നെ ചിറാപ്പൂഞ്ചിലോ ഒക്കെ പെയ്യുമെന്ന് പറയുന്നത് കേട്ടു. പക്ഷെ നൂൽമഴയായിരുന്നു ഇവിടുത്തെ ഹൈലൈറ്റ്. വേണ്ടേ, ഇതൊരു സ്പോട്ടാണ്, വെള്ളം വരുന്നൊരു സ്പോട്ട്. ഓട്ടോമാറ്റിക് വെള്ളമാണ് കേട്ടോ. ഇത് നമ്മൾ പൈപ്പ് സംവിധാനം ഒന്നുമല്ല. ഇച്ചു അതിനകത്ത് കൈയിട്ട് ഇളക്കി അതിനകത്ത് നിന്നൊരു പാറ കഷ്ണമൊക്കെ എടുത്ത് നല്ല തണുപ്പ് ആസ്വദിക്കാൻ മിടുക്കന്മാരാണ്. അങ്ങനെ ഞങ്ങൾ വേണ്ട ഈ ഒരു ചെറിയ വെള്ളച്ചാട്ടം, ഇതൊക്കെ നല്ല മഴ സമയത്ത് നല്ല വെള്ളച്ചാട്ടം വരുമെന്നാണ് നമ്മളോട് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഈ വെള്ളച്ചാട്ടം മൊത്തം കണ്ട് മുന്നോട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഒരു അന്തവും കുന്തവും ഇല്ലാതെ ഞങ്ങൾ നടക്കുകയാണ്. കാര്യം ഞങ്ങൾക്ക് വരയാടിനെ കാണണം, പിന്നെ ഈ തണുപ്പ് ആസ്വദിക്കണം. ഞങ്ങളെല്ലാവരും ഒറ്റ മൈൻഡിൽ, അനീഷായും പിള്ളേരും എന്നൊക്കെ പറഞ്ഞ് എന്നോട് കട്ടയ്ക്ക് നിൽക്കും. ഇതിനെ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഇവിടെ വന്നേക്കുന്നത്, വരയാടിന്. അതിനിടയ്ക്ക് ഇച്ചു ചോദിക്കുന്നുണ്ട് ഈ എക്സ്പീരിയൻസ് ഒന്ന് പറയാം. ഞാൻ ഓർഡറാന്ന് പറഞ്ഞപ്പോഴത്തേനും അവൻ ചിരിച്ച ഒരു ചമ്മിയ മുഖമാണ്. ഇതിനിടയ്ക്ക് വേണ്ട ഒരു ചൂരൽ കൊട്ടാരത്തിനകത്തൂടെ നമ്മളിങ്ങനെ നടക്കുകയാണ്. നമുക്കിതല്ല വഴി, മെയിൻ ഒരു വഴിയുണ്ട്. പക്ഷേ ഇച്ചുവിൻ്റെ നിർബന്ധപ്രകാരം ഇങ്ങനൊരു വഴി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് കയറിയതാണ്. ഇത് കല്ല് വിരിച്ചൊരു പരവതാനി എന്നൊക്കെ പറയാം. ഇത് നടന്നപ്പോഴത്തേനും അമ്മുവിന് എന്തോ ഒരു കൗതുകം തോന്നി. അമ്മുവാണ് മുന്നിൽ നടക്കുന്നത്, അമ്മുവാണ് ഞങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അമ്മു വേണ്ട പോക്കറ്റ് കൈയിട്ടാണ്ട ഈ ചൂരൽ വെച്ച് സെറ്റ് ചെയ്തേക്കുന്ന ഒരു ഇരിപ്പിടമാണ്. അടിപൊളിയായിട്ടുണ്ട്, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് കലാവിരുതുകൾ അങ്ങനെ കരകൗശലങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്കത് ഒരു അടിപൊളിയായിട്ട് തോന്നി. കാട്ടിൽ നിന്ന് ചൂരലിൻ്റെ വള്ളി പറിച്ച് ഇതുപോലെ സെറ്റാക്കുക. ഇതെന്ന് പറയുന്നത് വരയാടിനെ കാണുന്ന ഒരു സ്പോട്ടാണ്. ഇത് കുറിഞ്ഞി ഗാർഡനാണ്, നീലക്കുറിഞ്ഞി. 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന കുറിഞ്ഞി. പക്ഷെ നമുക്ക് കാണാൻ പറ്റിയില്ല ഗെയ്സ്, ക്ഷമിക്കണം. കാര്യം 12 വർഷത്തിൽ ഒരിക്കലാണ് ഈ നീലക്കുറിഞ്ഞി പൂക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിലും മൂന്നാറിൽ പലതവണയായിട്ട് പല മാസങ്ങളിലും പല വർഷങ്ങളിലും ഈ സാധനം കാണാൻ പറ്റും. പക്ഷേ എനിക്കിതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ആ എക്സ്പീരിയൻസ് നിങ്ങളോട് പങ്കുവെക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് ഇങ്ങനെ പോവുകയാണ്. ഇതിനൊരു അന്തവും കുന്തവും ഒന്നും തോന്നുന്നില്ല. വേണ്ട അമ്മു ആണെന്നുണ്ടെങ്കിൽ അടിച്ച് പൊളിക്കാണ്. ചെവിയിലൊക്കെ എന്തൊക്കെയോ വെച്ചിട്ടാണ് കണ്ടേ ഡാൻസ് ഒക്കെ കളിച്ച് അടിപൊളിയായിട്ട്. അമ്മൂസേ ഒന്ന് ഒരു ഹായ് കാണിച്ചേ ഇല്ല, അമ്മൂസ് മിണ്ടിയില്ല. അതിനിടയ്ക്ക് ഒരു ട്രാക്ടർ വന്നു. അമ്മു പറഞ്ഞു ഇത് നില വീഴാനുള്ള ഇതാണോന്ന് ചോദിച്ചു. അല്ല, ഞങ്ങൾ തേയിലയൊക്കെ പറിച്ചുകൊണ്ട് പോകുന്ന സാധനമാണെന്ന് പറഞ്ഞു. പിന്നെ ഇത് ഇരവികുളത്തിൻ്റെ ഒരു മാപ്പാണ്, അത് നിങ്ങൾ കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്പോട്ട്. ഞങ്ങളെല്ലാവരും സ്റ്റക്കായിരിക്കുക, കാര്യം ഇതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ഇവിടുത്തെ ലോക്കൽസ് ഓട്ടോസും ബൈക്കും വണ്ടിയും ഒക്കെ പോകുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു അകത്ത് ഊരെന്തോ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കിതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. കാര്യം ഇവിടെ ആരാലും കാണാത്ത, ആരാലും സ്പർശിക്കാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്നാണ് പണ്ട് അജയേട്ടൻ പറഞ്ഞത്. നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ജോയിൻ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുക. നിങ്ങളുടെ എല്ലാ പിന്തുണയും ഞങ്ങളോടൊപ്പം ഉണ്ടാകുക. ഓക്കേ.